Welcome to a new video which has been made as a supplementary video to the 10th Standard English Class Part 46 by Victor's Channel. Victor's Channel സംപ്രേഷണം ചെയ്ത 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 46-ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ പാബ്ലോ നെരൂദയുടെ പോയട്രി എന്ന കവിതയാണ് വിശദീകരിച്ചു തുടങ്ങിയത്. പോയട്രി എന്ന കവിതയിലെ സ്പീക്കർ ഓർ പോയറ്റ് അദ്ദേഹത്തിൻ്റെ കവിയാകും മുമ്പുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ അനുഭവങ്ങൾക്ക് 3 ഘട്ടങ്ങളുണ്ട്. കവിതയ്ക്ക് കൃത്യതയാർന്ന ഒരു സ്റ്റാൻസ സിസ്റ്റം ഇല്ല. എന്നാൽ 3 ഭാഗങ്ങളായി 3 ഘട്ടങ്ങളായി നമുക്ക് ഈ കവിതയെ ഡിവൈഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ കവിതയ്ക്ക് കൃത്യതയാർന്ന ലൈൻ ലെങ്ത്, മീട്രിക് പാറ്റേൺ, റൈം സ്കീം ഇതൊന്നുമില്ല. തികച്ചും ഫ്രീ വേഴ്സ് സ്റ്റൈലിൽ രചിക്കപ്പെട്ട മനോഹരമായ ഒരു കവിതയാണ് പോയട്രി. ഈ കവിത വളരെ ലളിതമായി മലയാളത്തിൽ വിശദീകരിച്ചുകൊണ്ടും ഈ കവിതയുടെ ഒരു മലയാള ആവിഷ്കാരവും ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾ ആ വീഡിയോകൾ കണ്ട് പോയട്രി എന്ന കവിത ശരിയാം വിധം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കവിതയുടെ ആദ്യ സ്റ്റാൻസ, ആദ്യ പാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. And it was at that age poetry arrived in search of me. I don't know where it came from winter or a river. കവിത തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൻ്റെ ബാക്കി തുടർന്ന് പറയുന്ന രൂപത്തിലാണ്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ്, അക്കാലത്തായിരുന്നു അത്. ഏത് കാലം, എപ്പോൾ എന്നൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി പറയുന്ന ഒരു രീതിയിലാണ് കവിതയുടെ തുടക്കം. അക്കാലത്തായിരുന്നു പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, കവിത എന്നെ തേടി വന്നത്. I don't know where it came from winter or a river. ശൈത്യത്തിൽ നിന്നോ ഒരു നദിയിൽ നിന്നോ എവിടെ നിന്നാണത് വന്നത് എന്ന് അറിയില്ല. ഐ ഡോണ്ട് നോ എന്നുള്ളത് 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. അറിയില്ല എന്നുള്ളത് ശക്തമായി പറയുന്ന ഒരു രീതിയാണിത്. വീണ്ടും പറയുന്നു, ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ, എങ്ങനെ, എപ്പോൾ വന്നു എന്നും എനിക്കറിയില്ല. നോ, there were not voices, there were not words nor silence. ആ കവിത എന്നെ തേടി വന്നത് ഒരിക്കലും ഒരു ശബ്ദരൂപത്തിലായിരുന്നില്ല, വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടുമായിരുന്നില്ല, എന്നാൽ നിശബ്ദമായിട്ടുമായിരുന്നില്ല. എങ്ങനെയാണ് വന്നത്, എവിടെ നിന്ന് വന്നു, എപ്പോൾ വന്നു എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമൺഡ്, എന്നാൽ ഏതോ ഒരു തെരുവിൽ നിന്ന് ഞാൻ വിളിക്കപ്പെട്ടു, എന്നെ കവിത വന്ന് വിളിച്ചു. സമൺഡ് മീൻസ് കോൾഡ്. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, രാത്രിയുടെ ഏതോ ശിഖരത്തിൽ നിന്ന്, രാത്രിയുടെ ഏതോ നിമിഷത്തിൽ, ഏതോ സമയത്ത്. എബ്രപ്റ്റ്ലി ഫ്രം ദി അതേഴ്സ്, വളരെ പെട്ടെന്ന് മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ കവിത വിളിച്ചു. എമംഗ് വയലന്റ് ഫയേഴ്സ് ഓർ റിട്ടേണിങ് അലോൺ, ഒരുപക്ഷെ ഞാൻ ശക്തമായ ഒരു വികാര വിക്ഷോഭത്തിൽ നിൽക്കുമ്പോൾ, ഒരു സമരമുഖത്ത് ഞാൻ നിൽക്കുമ്പോൾ ആയിരിക്കാം അത്. ഓർ റിട്ടേണിങ് അലോൺ, അതല്ലെങ്കിൽ ഞാൻ തനിച്ച് മടങ്ങുമ്പോൾ. There I was without a face and it touched me. കവിത എന്നെ തേടി വന്ന് എന്നെ വിളിച്ചത് ശബ്ദത്തിലാണോ, വാക്കുകൾ കൊണ്ടാണോ, നിശബ്ദതയിലാണോ, ഒരു വിൻ്റർ സീസണിൽ നിന്നാണോ, ഒരു നദിയിൽ നിന്നാണോ, ഇതൊന്നും എനിക്കറിയില്ല. രാത്രിയുടെ ഏതോ യാമത്തിൽ നിന്ന്, ഒരു തെരുവിൽ നിന്ന് ഞാൻ വിളിക്കപ്പെട്ടു. ഞാൻ ഒരു സമരമുഖത്തായിരുന്നുവോ, അതല്ല എല്ലാം കഴിഞ്ഞ് ഞാൻ തനിച്ച് മടങ്ങുമ്പോഴായിരുന്നോ, ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നോ, ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴായിരുന്നോ,
എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, there I was without a face. ആ സമയത്ത് ഞാനൊരു മുഖമില്ലാത്ത മനുഷ്യനായിരുന്നു. എനിക്ക് സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി, ഒരു നെയിം ആൻഡ് ഫെയിം, പേരും പ്രശസ്തിയും ഒന്നും കൈവന്നിട്ടില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു കവിത എന്നെ തേടി വന്നത്. ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ, അതെന്നെ സ്പർശിച്ചത്. ഈ കവിതയിൽ നെറേറ്ററുടെ, കവിയുടെ, ഒരു കവിയാകും മുമ്പുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് 3 ഘട്ടങ്ങളായി നമുക്ക് തിരിക്കാം. ആദ്യ സ്റ്റാൻസ ഭാഗത്ത് ആ ഘട്ടങ്ങളിലെ ഫേസ് 1, ആദ്യ ഘട്ടമാണ് വിശദീകരിക്കുന്നത്. The poem starts abruptly with a reference to a period when the poet wished to become a poet. Narrator or poet ഒരു യഥാർത്ഥ പോയറ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് റെഫറൻസ് ചെയ്തുകൊണ്ട്, അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് വളരെ അബ്രപ്റ്റായിട്ട്, വളരെ സഡനായിട്ട് കവിത തുടങ്ങുന്നു. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ്, അക്കാലത്തായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ദി അമേസിംഗ് തിങ് ഇൻ പാബ്ലോ നെരൂദാസ് അച്ചീവിംഗ് poetic inspiration is that instead of his search for poetic inspiration, poetry came in search of him. സാധാരണഗതിയിൽ കവികൾ പോയറ്റിക് ഇൻസ്പിറേഷൻ, കവിത എഴുതാനുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടി അങ്ങോട്ട് ശ്രമം നടത്തും. എന്നാൽ പാബ്ലോ നെരൂദയുടെ കവിയാകുന്ന ഒരവസ്ഥയിലെ രസകരമായ, ആശ്ചര്യകരമായ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, കവിത അദ്ദേഹത്തെ തേടി ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ആൻഡ് സമൺഡ് ഹിം ആൻഡ് ടച്ച്ഡ് ഹിം, എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തെ സ്പർശിച്ചു. ഹൗ വാസ് ഹി സമൺഡ്? എങ്ങനെയാണ് അദ്ദേഹം വിളിക്കപ്പെട്ടത്? കവിത എങ്ങനെയാണ് അദ്ദേഹത്തെ വിളിച്ചത്? ബൈ വോയിസ് ഓർ സൈലൻസ്? ഒരു ശബ്ദമുള്ള വിളിയോട് കൂടിയാണോ, അതല്ല നിശബ്ദ രൂപത്തിലാണോ? വേർ വാസ് ഹി സമൺഡ് ഫ്രം? എനി സ്ട്രീറ്റ്? എവിടെ നിന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടത്? ഏതെങ്കിലും തെരുവിൽ നിന്നാണോ? വെൻ വാസ് ഹി സമൺഡ്? അറ്റ് നൈറ്റ്? ഏത് സമയത്താണ് അദ്ദേഹം വിളിക്കപ്പെട്ടത്? രാത്രിയിലോ? വെൻ ദ പോയട്രി ടച്ച്ഡ് ഹിം, വെദർ ഹി വാസ് അലോൺ ഓർ എമംഗ് അതേഴ്സ്? കവിത അദ്ദേഹത്തെ തേടി വന്ന് വിളിച്ച് സ്പർശിച്ചപ്പോൾ അദ്ദേഹം തനിച്ചായിരുന്നോ, അതല്ല മറ്റുള്ളവരുടെ കൂടെയായിരുന്നോ? Whether he was in a peaceful mood or in a violent emotional situation. അദ്ദേഹം ശാന്തമായ ഒരവസ്ഥയിലായിരുന്നോ, അതല്ല പലതരം വികാരങ്ങൾ കൊണ്ട് മനസ്സ് വളരെയധികം ഇമോഷണലായിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നുവോ? He does not know all this. ഇതൊന്നും അദ്ദേഹത്തിന് കൃത്യമായി അറിയില്ല. എന്നാൽ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹി വാസ് എ മാൻ വിതൗട്ട് എ ഫേസ്. അദ്ദേഹം ഒരു മുഖമില്ലാത്ത മനുഷ്യനായിരുന്നു. എ മാൻ വിതൗട്ട് എ പേഴ്സണൽ ഐഡൻറ്റിറ്റി ഓർ പോപ്പുലാരിറ്റി ബിഫോർ ദി അറൈവൽ ഓഫ് പോയട്രി ടു ഹിം. അദ്ദേഹത്തിലേക്ക് കവിത വന്നെത്തുമ്പോൾ അദ്ദേഹം ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിയോ പോപ്പുലാരിറ്റി, അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു വ്യക്തിത്വമോ പ്രശസ്തിയോ കൈവന്നിട്ടില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ഈ ആദ്യ സ്റ്റാൻസയിൽ തന്നെ ധാരാളം പോയറ്റിക് ഡിവൈസസ് ഓർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉപയോഗിച്ചത് കാണാം. പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്ന് ഓപ്പണിംഗ് ലൈനിൽ തന്നെ പറയുന്നു. ഈ സ്റ്റാൻസയുടെ അവസാനത്തിൽ ഇറ്റ് ടച്ച്ഡ് മീ, അതേ കവിത എന്നെ തേടി വന്നു, എന്നെ സ്പർശിച്ചു എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെപ്പോലെയാണ്. അത് പേഴ്സോണിഫിക്കേഷൻ്റെ ഉദാഹരണങ്ങളാണ്. ദെൻ വിൻഡർ, റിവർ, ഇവ രണ്ടും കോൺട്രാസ്റ്റ് തീർക്കുന്നു. വിൻഡർ എന്നുള്ളത് ഒരു ഫ്രോസൺ സ്റ്റേറ്റ്, എല്ലാം തണുത്തുറഞ്ഞ നിശ്ചലമായ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. റിവർ എന്നുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റാണ്, ചലനാത്മകമായ, ഒഴുകുന്ന ഒരു ഫ്ലോയിങ് സ്റ്റേറ്റ്, അങ്ങനെയുള്ളൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു.
അതുകൊണ്ട് വിൻ്റർ ആൻഡ് റിവർ കോൺട്രാസ്റ്റ് ചെയ്യുന്നു പരസ്പരം. അതുപോലെ തന്നെയാണ് വോയിസ് ആൻഡ് സൈലൻസ്, ശബ്ദവും നിശബ്ദവും പരസ്പരം കോൺട്രാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കോൺട്രാസ്റ്റ് എന്നുള്ള പോയറ്റിക് ഡിവൈസിന് ധാരാളം ഉദാഹരണങ്ങൾ ഇനിയും തുടർന്ന് വരുന്ന വരികളിലും കാണാം. Then alliteration. No, there were not voices, there were not words, nor silence. ഈ വരിയിൽ ന് സൗണ്ടുകൾ ധാരാളം ആവർത്തിക്കുന്നു. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ അസൈൻമെൻറ്റ് ആൻസർ ദ ഫസ്റ്റ് 5 ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. Question 1. Do you think the speaker in the poem earnestly wishes to be a poet? കവിതയിലെ സ്പീക്കർ ഒരു കവിയാകാൻ വളരെ സീരിയസ് ആയിട്ട് ആഗ്രഹിച്ചിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? Which line says so? ഏത് വരിയാണ് അത് പറയുന്നത്? Answer: yes. The line, and it was at that age poetry arrived in search of me. ഈ വരി shows that the poet wishes earnestly to be a poet. കവി ഒരു കവിയാകണമെന്ന് വളരെ ഏർണസ്റ്റ്ലി, സീരിയസ്ലി ആഗ്രഹിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. Question 2. What is the figure of speech used in the expression poetry arrived? പോയട്രി അറൈവ്ഡ് എന്നുള്ള ആ എക്സ്പ്രഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? ആൻസർ: ദ ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷൻ ഈസ് യൂസ്ഡ് ഇൻ ദി എക്സ്പ്രഷൻ പോയട്രി അറൈവ്ഡ്. ഇതിൽ പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാം വിശദീകരിച്ചതാണ്. പോയട്രി ഈസ് തോട്ട് ഓഫ് ആസ് ഹാവിങ് ദ ഹ്യൂമൻ എബിലിറ്റി ടു സെർച്ച് ഫോർ ദ പോയറ്റ് ആൻഡ് ഗെറ്റ് ടു ഹിം. കവിതയ്ക്ക്, പോയട്രിക്ക് മനുഷ്യനെ പോലെ അന്വേഷിച്ച് കണ്ടെത്താനും ഒരാളിലേക്ക് എത്താനുമുള്ള കഴിവുണ്ട് എന്ന രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയിരിക്കുന്നത്. Question 3. Winter is a season when everything seems frozen and lifeless, whereas the river represents the flow of life. വിൻ്റർ എന്നുള്ളത് എല്ലാം തണുത്തുറഞ്ഞ് മരവിച്ചിരിക്കുന്ന, ജീവൻ ഇല്ലാത്ത പോലുള്ള ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ റിവർ എന്നുള്ളത് ഫ്ലോ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരൊഴുക്ക്, എല്ലാം ചലനാത്മകമായിരിക്കുന്ന ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഫൈൻഡ് ഔട്ട് എ സിമിലർ എക്സ്പ്രഷൻ ഓഫ് കോൺട്രാസ്റ്റ് ഫ്രം ദ പോയം. ഇത്തരത്തിൽ കോൺട്രാസ്റ്റ് തീർക്കുന്ന, വിപരീതം തീർക്കുന്ന മറ്റ് പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക. Answer: expressions like there were not voices nor silence. വോയിസ് അല്ല, സൈലൻസ് അല്ല എന്നുള്ള ആ പ്രയോഗം കോൺട്രാസ്റ്റാണ്. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന വരികളിൽ പ്യുവർ നോൺസെൻസ്, പ്യുവർ വിസ്ഡം, നോൺസെൻസ് ആൻഡ് വിസ്ഡം എന്നുള്ളതും കോൺട്രാസ്റ്റിൻ്റെ ഉദാഹരണമാണ്. ആർ അതർ എക്സാമ്പിൾസ് ഓഫ് കോൺട്രാസ്റ്റ് യൂസ്ഡ് ഇൻ ദി പോയം. Question 4. What was the poet's condition before poetry arrived? പോയട്രി എത്തും മുമ്പ് കവിയുടെ അവസ്ഥ എന്തായിരുന്നു? Answer: before the arrival of poetry, the poet was unable to express his ideas and thoughts. പോയട്രിയുടെ വരവിന് മുമ്പ് കവിക്ക് തൻ്റെ ആശയങ്ങളെ, തൻ്റെ ഐഡിയകളെ, ചിന്തകളെ തുറന്നു പറയാനും പ്രകടിപ്പിക്കാനും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. ഹി വാസ് എ പേഴ്സൺ വിതൗട്ട് എ ഫേസ്. കവിതയിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു മുഖമില്ലാത്ത മനുഷ്യനെ പോലെയായിരുന്നു. എ പേഴ്സൺ വിതൗട്ട് എ സെൽഫ് ഐഡൻറ്റിറ്റി ഓർ ഫെയിം. സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റിയും പ്രശസ്തിയും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നർത്ഥം. Question 5. What happened to the poet when poetry arrived? കവിത അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ കവിക്ക് എന്താണ് സംഭവിച്ചത്? ഈ കാര്യങ്ങൾ തുടർന്ന് വരുന്ന വരികളിലാണ് പറയുന്നത്. ആൻസർ ഇതാണ്: When the poetry arrived, though in the beginning he felt like dumb and blind. പോയട്രി എത്തിച്ചേർന്നപ്പോൾ തുടക്കത്തിൽ അദ്ദേഹം ഡം ആൻഡ് ബ്ലൈൻഡ്, സംസാരിക്കാൻ കഴിയാത്ത,
കണ്ണ് കാണാൻ കഴിയാത്ത അന്ധനെ പോലെയൊക്കെയായി മാറി. അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയാണ് തോന്നിയത്. എന്നാൽ ഹി ഫെൽറ്റ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സോൾ. തൻ്റെ മനസ്സിൽ, തൻ്റെ ആത്മാവിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തു. The poetic passion rose in him like a fever of forgotten wings, and he wrote his first. കവിത രചിക്കാനുള്ള ഒരു പ്രചോദനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഫീവർ, ഒരു ജ്വരം പോലെ തീക്ഷ്ണമായി ഉയർന്നു വന്നു. ഓർ ഫോർഗോട്ടൻ വിങ്സ്, അല്ലെങ്കിൽ ആ പ്രചോദനം ഏതോ ഫോർഗോട്ടൻ വിങ്സ്, നെയിംലെസ് ഇമോഷൻസ്, പേര് പറയാൻ കഴിയാത്ത ഒരു വികാരമായി ഉയർന്നു വന്നു. ആൻഡ് ഹി റോട്ട് ഹിസ് ഫസ്റ്റ് ലൈൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യ വരികൾ കുറിച്ചു. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളാണ് കവിത വന്നെത്തിയതോടുകൂടി കവിയിലുണ്ടായ മാറ്റങ്ങൾ. ഈ കവിതയുടെ തുടർന്നുള്ള വരികൾ അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കും. ഇതുവരെ ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.